ഇനി നമുക്ക് ഈ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ആപ്ലിക്കേഷനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. അത് ഒരു പ്ലെയിനിലുള്ള മോഷനാണ്. ഒരു മോഷൻ എപ്പോഴും ഒരു ലൈനിലൂടെ നടക്കണമെന്നില്ല, ക്യാൻ ബി ത്രൂ എ കർവ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള മോഷനെ, ഒരു പ്ലെയിനിൽ നടക്കുന്ന ത്രൂ എ കർവ് നടക്കുന്ന മോഷനെ നമുക്ക് വേണമെങ്കിൽ ഒരു കർവി ലീനിയർ മോഷൻ എന്ന് വിളിക്കാം. കർവി ലീനിയർ മോഷൻ ഓൺ എ പ്ലെയിൻ. ഓക്കെ, ഒരു പ്ലെയിൻ. അപ്പോൾ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ എത്ര കമ്പോണൻസ് ഉണ്ടാവുള്ളൂ? 2 കമ്പോണൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് ഓർക്കുക. ഇവിടെ ഒരു പ്ലെയിനിൽ നടക്കുന്ന മോഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു സ്പെഷ്യൽ എക്സാമ്പിൾ മാത്രം കൺസിഡർ ചെയ്യാം. സപ്പോസ് വി ആർ ലോഞ്ചിങ് എ ബാലിസ്റ്റിക് മിസൈൽ. ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ലോഞ്ചിങ് ആണ് നമ്മുടെ സിറ്റുവേഷൻ. ഞാൻ ഇങ്ങനെ ഒന്ന് എന്ത് ചെയ്യുന്നു, ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സപ്പോസ് ഞാനൊരു നിശ്ചിത ഹൈറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ റോക്കറ്റ് അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്നത്. ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക, ദിസ് ഈസ് S0. ഞാൻ ഈ ഹൈറ്റിനെ S0 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ റോക്കറ്റിനെ വിക്ഷേപിക്കുന്നു. അത് കുറച്ച് ദൂരം ഇങ്ങനെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യും, പതുക്കെ താഴോട്ട് വരും. സപ്പോസ് വി ഹാവ് എ മിസൈൽ സംഭവിക്കുക, റൈറ്റ്. ഇതല്ലേ ഒരു സ്വാഭാവികമായിട്ട് വിക്ഷേപിക്കുന്ന ഒരു മിസൈലിന്റെ പാത്ത് ഉണ്ടാവുക, പ്രൊജക്ടൈൽ അല്ലേ. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അടയാളപ്പെടുത്താം. S0 ആണ് നമ്മുടെ ഇനീഷ്യൽ ഹൈറ്റ്. S0 ഹൈറ്റ് ഉള്ള ഇപ്പോൾ സപ്പോസ് ഒരു ടവറിന്റെ മുകളിൽ നിന്ന് അത് ഡിപ്ലോയ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ S0 ആണ് ഇനീഷ്യൽ ഹൈറ്റ്. ഇവിടുന്ന് ഞാൻ ഡിപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന ഇനീഷ്യൽ വെലോസിറ്റി എനിക്കറിയാം, അത് V0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? V0. ഓക്കെ, ഇത്രയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ മിസൈലിന്റെ പാത്തോ അല്ലെങ്കിൽ മിസൈലിന്റെ ആക്സലറേഷനോ വെലോസിറ്റിയോ മിസൈൽ എത്ര ഹൈറ്റ് പോകാൻ പറ്റുന്നൊക്കെ കാണാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. റൈറ്റ്. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ S0 V0 എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. ഈ V0 നമുക്ക് റിസോൾവ് ചെയ്യാം. സപ്പോസ് വെക്ടർ റെസൊല്യൂഷൻ നിങ്ങൾ +2 പഠിച്ചതാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, 2 ആക്സിസിലേക്ക് റിസോൾവ് ചെയ്യുന്നു. Suppose V0 makes an angle theta with the positive x-axis. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 വെക്ടേഴ്സ് ആയിട്ട് V0 റിസോൾവ് ചെയ്യാം ആസ് V0 cos theta I and V0 sin theta j. ഇങ്ങനെ 2 വെക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ S0 ഒരു വെക്ടറായി കണ്ടൂടെ. X0 ഈ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, ഹൈറ്റ് അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ y ഡയറക്ഷൻ എന്നും ഇതിനെ x ഡയറക്ഷൻ എന്നും വിളിച്ചാൽ S0 y ഡയറക്ഷനിലേക്ക് മാത്രമല്ലേ ഉള്ളൂ. സോ S0 ഈസ് ബേസിക്കലി S0 j. അപ്പൊ നമുക്ക് ഇതൊക്കെ വെക്ടേഴ്സ് ആയി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? V0 ആണ്. അപ്പൊ V0 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ V0 ഇപ്പൊ എന്തായിട്ടുണ്ട്, V0 ഈക്വൽ ടു V0 cos theta I പ്ലസ് V0 sin theta j ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്തറിയാം, ഈ ഒരു കേസിൽ നോക്കൂ, ഇവിടെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പുറത്ത് എന്തില്ല, ഹോൾഡ് ഇല്ല. പിന്നെ അതിന്റെ സ്പീഡ് കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ ആരാ? ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ്. സോ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക്, അതായത് താഴോട്ടല്ലേ വലിക്കുക. അപ്പോ ഇഫ് ഐ ടേക്ക് ദിസ് ഡയറക്ഷൻ, നമ്മൾ ഈ ജെനെ പോസിറ്റീവ് ഡയറക്ഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. നമ്മൾ സാധാരണ G എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഞാൻ -GJ എടുക്കുന്നു. ഈ മൈനസ് എന്തുകൊണ്ട് വന്നു? ആക്സിലറേഷൻ താഴോട്ട് വലിക്കുന്നതുകൊണ്ട് വന്നു. ഓക്കെ, സോ ആക്സിലറേഷൻ നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്നാണ്. അങ്ങനെയാണെങ്കിൽ ക്യാൻ വി എക്സ്പ്ലെയിൻ വെലോസിറ്റി ആസ് ഇന്റഗ്രൽ ഓഫ് ആക്സിലറേഷൻ? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ചിട്ട് പറ്റും. ആക്സിലറേഷനെ വെലോസിറ്റി ഡെറിവേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വെലോസിറ്റി ആക്സിലറേഷന്റെ ഇന്റഗ്രൽ ആയിട്ടും പറയാം. വിച്ച് മീൻസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -GJ dt. ADT അല്ലേ, ടി ആണ് ഇവിടെ വേരിയബിൾ. നമ്മളിവിടെ ടൈമിനനുസരിച്ചുള്ള മാറ്റാൻ നോക്കുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -G ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇവിടെ എന്തുണ്ടാവും, ഒരു ടി ഉണ്ടാവും പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ അറിയാം,
തന്നിട്ടുള്ളത് അറ്റ് ടൈം ഈക്വൽ ടു സീറോ. ടൈം ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോയ്മെന്റിന്റെ മൊമെന്റ് ആണ്, മൊമെന്റ് ഓഫ് ഇനീഷ്യൽ ലോഞ്ച്. അവിടുത്തെ വെലോസിറ്റി v0 ആണ്. അറ്റ് ടൈം ഈക്വൽ ടു സീറോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു v0. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ വെലോസിറ്റികളുടെ ഇക്വേഷനിൽ t ഈക്വൽ ടു സീറോ കൊടുത്താലും v0 കിട്ടണ്ടേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ v0 ഈക്വൽ ടു v ഓഫ് സീറോ ഇസ് ഈക്വൽ ടു, ഇവിടെ ടി കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം സീറോ ആയി പോകും. പിന്നെ c1 ബാക്കിയുള്ളൂ. c1 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷന്റെ വാല്യൂ കിട്ടി. സോ നമുക്ക് ഈ ഒരു വെക്റ്റർ ഫംഗ്ഷനെ വെലോസിറ്റി ഫംഗ്ഷൻ നമുക്ക് മാറ്റി എഴുതി വെക്കാം. എന്താണ് ഇപ്പോൾ വെലോസിറ്റി കിട്ടിയത്? വെലോസിറ്റി v ഓഫ് t is equal to മൈനസ് ജി ടി പ്ലസ് c1 എന്ത് കിട്ടി? v0 കിട്ടി. ഓക്കെ, ജി എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. റൈറ്റ്. ഇനി വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ v0നെ നമ്മൾ നേരത്തെ റിസോൾവ് ചെയ്ത് രണ്ട് കമ്പോണൻസ് ആക്കി എഴുതിയില്ലേ, അത് വേണമെങ്കിൽ ഇതിലൊന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെ കിട്ടും? v ഓഫ് t is equal to മൈനസ് ജി ടി പ്ലസ് v0 നമ്മൾ എങ്ങനെ എഴുതിയ? v0 cos തീറ്റ ഐ പ്ലസ് v0 sin തീറ്റ ജെ അല്ലേ? ഇവിടെ ഒരു ഇത് ജി ടി ജെ അല്ലായിരുന്നു? അതെ, ജി ടി ജെ ആയിരുന്നു. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, ജി ടി ജെ ആയിരുന്നു ഇവിടെ ഉണ്ടാവും. സോ ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? v0 cos തീറ്റ ഐ പ്ലസ് ഇവിടെ ജെയുടെ കമ്പോണൻസ് ഏതാ? v0 sin തീറ്റ ജെയും മൈനസ് ജി ടിയും. സോ ഒന്ന് ഒന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താം? v0 sin തീറ്റ മൈനസ് ജി ടി ഇൻറ്റു ജെ. ഓക്കെ, സോ ഇതാണ് വെലോസിറ്റി വെക്റ്റർ. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അതായിരിക്കും നമ്മൾ ഇനി ഉപയോഗിക്കുക. എവിടെ എഴുതാം? മുകളിൽ എഴുതി വെക്കാം. വെലോസിറ്റി v ഓഫ് t is equal to v0 cos തീറ്റ ഐ പ്ലസ് v0 sin തീറ്റ j, v0 sin തീറ്റ മൈനസ് ജി ടി ജെ. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ ശ്രമിക്കാം? നമ്മുടെ പൊസിഷൻ വെക്ടർ കാണാൻ ശ്രമിക്കാം. എങ്ങനെ? നമ്മൾ വെലോസിറ്റിയെ ഡിഫൈൻ ചെയ്തിരുന്നത് പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് ആയിട്ടല്ലേ? അപ്പോൾ പൊസിഷൻ വെക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വെലോസിറ്റിയുടെ ഇന്റഗ്രൽ ആയിട്ട് എഴുതാൻ പറ്റും. സോ ദ പൊസിഷൻ വെക്ടർ r ഓഫ് t is equal to ഇന്റഗ്രൽ v ഓഫ് t. v ഓഫ് t എന്താ? ഈ കാണുന്ന സാധനമാണ്. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, വിത്ത് റെസ്പെക്ട് ടു t ആണ് കേട്ടോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് എവിടെയെങ്കിലും ടി ഉണ്ടോ? ഇല്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. അല്ല, അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി ടി കൊണ്ട്. ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന കോൺസ്റ്റന്റ് ഇന്റഗ്രൽ എന്താ? എ ടി ആണ്. സോ v0 cos തീറ്റ ഐ ഇൻറ്റു ടി ഇൻറ്റു ടി ഐ പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ഞാൻ c2 എന്ന് വിളിക്കുന്നു, പ്ലസ് രണ്ടാമത്തെ ടേം എന്താ? v0 sin തീറ്റ. അതിന്റെ ഇന്റഗ്രൽ എന്ത് വരും? v0 sin തീറ്റ ടി മൈനസ് ജി ടിയുടെ ഇന്റഗ്രൽ എന്ത് വരും? ജി ടി സ്ക്വയർ ബൈ 2 പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ c3 ഇൻറ്റു ജെ. വേണമെങ്കിൽ ഐ ഇവിടെ ഇതിലൂടെ കൂട്ടിയിട്ടിടാം കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇനി നമുക്ക് വെലോസിറ്റിയുടെ കേസിൽ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. എന്താ? ടിക്ക് 0 കൊടുത്തിട്ട് ഇനീഷ്യൽ കേസ് നമുക്ക് അറിയാലോ, അത് വെച്ചിട്ട് ഈ കോൺസ്റ്റൻസ് ഓഫ് ഇന്റഗ്രേഷന്റെ വാല്യൂ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. സോ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ r ഓഫ് 0 എന്ന് വെച്ചാൽ ഇനീഷ്യൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ അത്? s0 j ആണ്. അവിടെ ഹൈറ്റ് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തിട്ടില്ല, മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ r ഓഫ് 0 is equal to s0 j. സോ ഐ കമ്പോണന്റ് ഒക്കെ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ 0 കൊടുത്ത് നോക്കാം എന്താ കിട്ടുകയെന്ന്. r ഓഫ് t ഈക്വൽ ടു v0 cos തീറ്റ ഇൻറ്റു 0. അപ്പൊ ഇത് മൊത്തം 0 ആയി, പിന്നെ c2 ആണ് ബാക്കിയുള്ളത്. സോ c2 i പ്ലസ് ഇവിടെ എന്താ ഉണ്ടാവുക? v0 sin തീറ്റ ഇൻറ്റു ടി. ഇത് sin തീറ്റ ടി അല്ല, sin തീറ്റ ഇൻറ്റു ടി. ഇവിടെ ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോയി. മൈനസ് ജി ടി സ്ക്വയർ ബൈ 2. അവിടെയും ടിക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും.
പിന്നെ ബാക്കിയുള്ള എന്താ C3j, C2i പ്ലസ് C3j. അപ്പോൾ നമുക്ക് എന്തറിയാം, R of 0 equal to S naught j. ഇത് നമുക്ക് എന്ത് കിട്ടി, I കമ്പോണന്റ് 0 ആണ്, which means C2 is 0. J കമ്പോണന്റ് എന്താണ്, S naught. This is S naught. അപ്പോൾ C3 എന്താണ്, S naught. C3 equal to S naught എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ R of t നെ നമുക്ക് ഇനി റീറൈറ്റ് ചെയ്യാം. C3 S naught എന്ന് കിട്ടിയല്ലോ. സോ R of t is now V naught cos theta t. C2 എന്ത് കിട്ടിയതാ, 0 കിട്ടിയതാ. അപ്പം ഇനി എഴുതണ്ട, I പ്ലസ് V naught sin theta t minus gt square by 2 plus C3 എന്താ, S naught j. ഓക്കെ, റൈറ്റ്. അപ്പം നമുക്ക് എന്ത് കിട്ടി, പൊസിഷൻ വെക്ടർ കിട്ടി. എന്താ നമുക്ക് കിട്ടിയ പൊസിഷൻ വെക്ടർ, R of t equal to V naught cos theta t I plus V naught sin theta t minus gt square by 2 plus S naught. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സാമ്പിൾ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കൂ. ക്ലിയർ ചെയ്യട്ടെ, ഒരു എക്സാമ്പിൾ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, suppose a projectile or a missile, whatever, a projectile is launched from ground level. ശ്രദ്ധിക്കണം, projectile is launched from ground level. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് എഴുതി വെക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. With an initial speed, say V naught, you can choose it as velocity or initial speed, V naught 768 feet per second, or take it 760 for better calculation, 760 feet per second at an angle of elevation 30 degree, means theta equal to 30 degree. It's an angle of elevation theta degree. So find the vector equation and parametric equation of position vector R of t. എങ്ങനെ കാണാമെന്നുള്ളത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. V of t ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നാണ് ഡിപ്ലോയ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് എന്താണ്, 0 ആണ്. ഗ്രൗണ്ട് 0 അല്ലേ, അപ്പോൾ S naught എന്താണ്, 0 ആണ്. V naught എന്താണ്, 760 ആണ്. തീറ്റ എന്താണ്, 30 ആണ്. ഈ ഫോർമുല വെച്ച് നിങ്ങൾക്ക് ചെയ്തൂടെ, റൈറ്റ്. അപ്പോൾ എന്ത് കാണാം, R of t യുടെ പാരാമെട്രിക് ഇക്വേഷൻ കാണുക, വെക്റ്റർ ഇക്വേഷനും കാണുക, റൈറ്റ്.